അസ്സലാമു കൂട്ടുകാരെ. നാം സോഷ്യൽ മീഡിയകളിൽ കാണുന്നവരാണ്, നോക്കുന്നവരാണ്, അതിലൂടെ നാം കാലം കഴിയുന്നവരാണ്. കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയ ഒറ്റയ്ക്കിങ്ങനെ സഞ്ചരിക്കുന്നതായ ഒരു പെൻഗ്വിൻ്റെ പിന്നിലായിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മനുഷ്യൻ്റെ ഹൃദയത്തെ കവർന്നെടുക്കുന്നതായ രീതിയിലായിരുന്നു ഒരു ഒരു കുട്ടി കുരങ്ങൻ്റെ കഥ. അത് ആൾക്കാരുടെ മനസ്സുകളെ കീഴടക്കുകയാണ്. പേര് പഞ്ചി എന്നാണ്. ഇത് ജപ്പാനിലെ ഷിബുയയുടെ ഇച്ചിഗോ സിറ്റിയിലുള്ളതായ മാക്കോ എന്ന ഇച്ചിഗോ സിറ്റിയിലുള്ളതായ മൃഗശാലയിൽ ഇത് ഇച്ചിഗോ സിറ്റിയിലുള്ളതായ മൃഗശാലയിലുള്ളതാണ്. ഇത് മാക്കാവ കുറ്റിക്കുരങ്ങാണ്. ഇതിൻ്റെ പേര് പഞ്ചി എന്നാണ്. എല്ലാവരും ഇവനെ സ്നേഹത്തോടെ പഞ്ചി എന്ന് പറയുന്നു. ഇത് 25 ജൂണിലെ കടുത്ത ചൂടിലായിരുന്നു പഞ്ചി ജനിക്കുന്നത്. എന്നാൽ പ്രസവത്തോടെ ആ പഞ്ചിൻ്റെ ഉമ്മ നഷ്ടപ്പെട്ടു പോവുകയാണ്. മാക്കോഗ കുരങ്ങുകളുടെ സ്വഭാവമാണ് ഇത്. കുരങ്ങുകൾ വലിയതാകുമായിരുന്നു. ഇവകൾക്ക് അമ്മയുടെ സാമീപ്യം കിട്ടിയിട്ടില്ലെങ്കിൽ ജീവൻ തന്നെ അപകടകരത്തിലാണ്. മക്കാക്കളുടെ കുരങ്ങുകുട്ടികളുടെ പേശികൾ വർദ്ധിക്കാനും അതിന് സുരക്ഷിത ലഭിക്കാനും എന്ന ബോധത്തോടെ ഉമ്മയോട് ചേർന്ന് നിൽക്കുകയാണ്. പക്ഷേ ഇവിടെ ഉമ്മയെ ഉപേക്ഷിച്ചതോടുകൂടെ മറ്റുള്ള കുരങ്ങുകൾ അതിനെ അടുപ്പിക്കുന്നില്ല. പഞ്ചി ഒറ്റപ്പെട്ടു. മൃഗശാലയുടെ പരിചാരകർ വന്ന് അതിനെ അടുത്തേക്കാക്കുകയാണ്, അതിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതിന് സുരക്ഷിത ലഭിക്കാനും എന്ന ബോധത്തോടെ ഉമ്മയോട് ചേർന്ന് നിൽക്കുകയാണ്. പക്ഷേ ഇവിടെ ഉമ്മയെ ഉപേക്ഷിച്ചതോടുകൂടെ മറ്റുള്ള കുരങ്ങുകൾ അതിനെ അടുപ്പിക്കുന്നില്ല. പഞ്ചി ഒറ്റപ്പെട്ടു. മൃഗശാലയുടെ പരിചാരകർ വന്ന് അതിനെ അടുത്തേക്കാക്കുകയാണ്, അതിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുകയാണ്. മാത്രമല്ല, കുപ്പിപ്പാളുകൾ കൊടുത്തുകൊണ്ട് അതിനെ പ്രത്യേക പരിചരണം നൽകിക്കൊണ്ട് അതിനെ പരിചരിക്കുകയാണ്. അതിനെ പ്രത്യേക പരിചരണം നൽകിക്കൊണ്ട് അതിനെ മാത്രമല്ല, കുപ്പിപ്പാളുകൾ കൊടുത്തുകൊണ്ട് അതിനെ പ്രത്യേക പരിചരണം നൽകിക്കൊണ്ട് അതിനെ പരിചരിക്കുകയാണ്. ടവലുകൾ കൊടുക്കുകയും അതിന്റെ ഒറ്റപ്പെടലുകൾ കുറക്കാനും ഉമ്മയുടെ സാമീപ്യം എത്തിക്കാനും ആദ്യമായിട്ട് ടവലുകളെ റോൾ ചെയ്ത് കൊടുക്കുകയായിരുന്നു. മാത്രമല്ല, അതിനോടൊപ്പം ചെറിയ കളിപ്പാട്ടവും കൊടുക്കുകയാണ്. പക്ഷേ അവകളിൽ പഞ്ചിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഓറഞ്ച് നിറത്തിലുള്ളതായ വലിയ കണ്ണുകളുള്ളതായ സ്റ്റഫ് ഒറാങ്കോട്ടൻ എന്നുള്ളതായ പാവയാണ്. കുരങ്ങൻ പാവയാണ്. നീണ്ട രോമങ്ങളുള്ളതായ പാവയാണ്. 7 മാസക്കാലം ഉമ്മയെ കണ്ടു. ഉമ്മയായിട്ട് ഈ പ്ലസ് ടുവിനെ കണ്ടു രാത്രി കെട്ടിപ്പിടിച്ച് ഉറങ്ങുകയുമായിരുന്നു. മറ്റുള്ളവർ ആക്രമിക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ മറയായി നിൽക്കുമായിരുന്നു. അവൻ പോകുന്നിടത്തെല്ലാം ഈ പാവയെ വലിച്ചു കൊണ്ടുപോകുമായിരുന്നു. അവസാനം ഈ വലിയ പാവം അവന്റെ ഉമ്മ തന്നെയായി മാറി. ആ വീഡിയോയാണ് സോഷ്യൽ മീഡിയകളിൽ വൈറലാവുകയാണ്. നിരവധി ആളുകളാണ് ഇന്ന് ജപ്പാനിലെ ഇച്ചിഗോ സിറ്റിയിലുള്ളതായ മൃഗശാലയിലേക്ക് പഞ്ചിനെ കാണാൻ വേണ്ടി എത്തിച്ചേരുന്നത്. മാത്രമല്ല, ജപ്പാനിൽ ഡു യു ഹാവ് ബെസ്റ്റ് പഞ്ച് എന്നുള്ള ഹാഷ്ടാഗ് ഇന്ന് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചിനെ മറ്റുള്ള കുരങ്ങുകൾ താഴെ എത്തുമ്പോൾ ആളുകൾ ആശങ്കപ്പെടുകയാണ്. എന്നാൽ ഇത് മാക്കോഗ എന്നുള്ളതായ സമൂഹത്തിന്റെ സ്വഭാവ പെരുമാറ്റമാണ്. ഇത് അധികൃതർ ഇതിനെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. പഞ്ച് മറ്റൊരു കുഞ്ഞിനോട് അടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ഉമ്മ അതിനു തടയുകയാണ്. അവനോട് അടുക്കരുത്, എന്റെ കുഞ്ഞിനോട് അടുക്കരുത് എന്ന രീതിയിൽ അത് തടയുകയാണ്. എന്നാൽ പഞ്ചിന്റെ ധൈര്യത്തിന് എല്ലാവരും അത്ഭുതപ്പെടുകയാണ്. നിരവധി സമ്മാനങ്ങളുമായിട്ടാണ് അവിടേക്ക് എത്തുന്നത്. പഞ്ചിനോട് ദിവസങ്ങളോളം നിരവധി സമ്മാനങ്ങൾ ആളുകൾ നൽകുകയാണ്.
എന്നാൽ പിന്നീട് പുറത്തു വന്നതായ വീഡിയോയിൽ പഞ്ചിയെ സാവധാനമായിട്ട് അംഗീകരിക്കുന്നുണ്ട്. പഞ്ചിയെ മറ്റുള്ള കുരങ്ങുകൾ അംഗീകരിക്കുന്നതായിട്ട് അതിൽ കാണുകയാണ്. ഒരു മുതിർന്ന കുരങ്ങ് പഞ്ചിനെ കെട്ടിപ്പിടിക്കുന്നതായിട്ട് അതിൽ കാണും. അതേടെ കൂടെ പാവയും കൂടെയുണ്ട്. ഒരു ദിവസം പാവയെ വേണ്ട എന്ന് വരികയാണ്. ആ മൃഗശാലയുടെ പരിചയരും അതിനെക്കുറിച്ച് അറിയുന്ന ആളുകളെല്ലാം പറയുകയാണ്. എന്നിട്ട് ഇവൻ ആളുകളോട് മറ്റുള്ളതായ കുരങ്ങുകളോട് സാമീപ്യമൊരുക്കി അതിനോട് അടുപ്പമാകും, ഇനി കൂട്ടയായി വരും എന്നുള്ളതായ ഒരു അന്വേഷണത്തിലാണ്, ഒരു ആശങ്കയിലൂടെയാണ് അത് വരാം എന്നുള്ള പ്രതീക്ഷയിലാണ്. മാത്രമല്ല എല്ലാവർക്കും അത് തന്നെയാണ്, ആ പ്രതീക്ഷയെ ആഗ്രഹിക്കുന്നതൊക്കെയാണ് എന്നെല്ലാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മിൽപ്പെട്ട പല ആളുകളും ഞാൻ ഒറ്റപ്പെട്ടു, ഞാൻ ആർക്കുമില്ല എന്ന് തോന്നുകയാണ്. നാം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം ഒറ്റപ്പെട്ട് കാണുകയായപ്പോൾ ഞങ്ങളെ മറ്റുള്ളവർ ഒറ്റപ്പെടുത്തുന്നതായ സമയത്ത് നാം ഖേദിക്കുകയാണ്, നാം എല്ലാം തകർന്നു പോയി എന്ന് വിചാരിക്കുകയാണ്. എന്നാൽ ഇതിൽ നാം പാഠം ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട്. കാരണം അല്ലാഹു ഓരോ സൃഷ്ടികളെയും സൃഷ്ടിക്കും, അതിനുള്ള വഴി അവൻ തുറന്നു കൊടുക്കുകയാണ്. നമ്മെ സൃഷ്ടിക്കുന്നതും നമ്മെ പരിപാലിക്കുന്നത് അല്ലാഹുവാണ്. എല്ലാ മനുഷ്യന്മാരിൽ മാത്രമല്ല മറ്റുള്ള ജീവികളിലും നാം ഇങ്ങനെയുള്ള പാഠം പഠിക്കാം. കാരണം ഇവിടെ ഈ പഞ്ച് ചെയ്തത് നോക്കൂ, അത് എല്ലാവരും കൂട്ടയാക്കാതെ എല്ലാവരും ദൂരത്താക്കുന്നതായ അതിന്റെ കൂട്ടുബന്ധുക്കൾ അതിനെ ദൂരത്തെയാക്കുന്നതായ സമയത്ത് അത് അതിന്റെ കൂട്ടയായി ഒരു പാവക്കുട്ടിയെയാണ്, ഒരു പാവയാണ് അത് തന്റെ അമ്മയായി കാണുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ പലരും നമ്മോട് ദൂരത്താക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെടുത്തുകയാണെങ്കിൽ നാം വേറെ റൂട്ട് നോക്കണം. നാം നമുക്ക് വേണ്ടിയതായ ഒരു ആൾക്കാരെയോ വേറെ നമുക്കുള്ളതായ ഒരു സാന്നിധ്യം നാം തേടേണ്ടതുണ്ട്. നേടാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.